അപ്പോൾ ഇത് നൈറ്റ് ഡ്യൂട്ടിക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കാം കേട്ടോ. ഞാൻ കുത്തരിച്ചോറാട്ടോ, എനിക്കിവിടെ ഹൈദരാബാദിലെ അരിയ ചെറിയ അരി പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ കുത്തരി മേടിക്കുക. നമ്മുടെ നാട്ടിലെ അരി ഇവിടെ കിട്ടും. പിന്നെ ഇച്ചിരി ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ് തോരൻ വെച്ചതാട്ടോ. പക്ഷേ അത് കരിഞ്ഞു പോയി. ഞാൻ പാത്രം കഴുകാൻ മാറിയ സമയത്ത് ഞാൻ മറന്നുപോയി. പിന്നെ കരിഞ്ഞ മണം വന്നപ്പോഴാണ് ബീൻസ് വെച്ച കാര്യം ഓർത്ത്. പിന്നെ നാട്ടിലെ അമ്മയുടെ മീനച്ചാറുണ്ട്, ബീട്രൂട്ട് അച്ചാറുണ്ട്. ബീട്രൂട്ട് അച്ചാർ അങ്ങ് താഴെ എത്തി, കുറച്ചേ കൊണ്ടുവന്നുള്ളത് ഞങ്ങൾ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ബീട്രൂട്ട് അച്ചാറായിരുന്നു. അതുകൊണ്ട് അത് തീരാറായി. ഇനിയിപ്പം ആ അച്ചാറെല്ലാം കൂടെ പാത്രത്തിനകത്തേക്ക് വെക്കണം. ഞാൻ വേറൊരു പാത്രം എടുക്കാറില്ല അച്ചാറിന്. കാരണം എന്തിനാ ഇത്രയും പാത്രം, ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട് 2 പാത്രം. ആ കൂടി ഇനി അച്ചാറിനും കൂടെ പാത്രം വേണമല്ലോ എന്നതുകൊണ്ട് അച്ചാർ ഞാൻ ചോറിൻ്റെ അകത്താണ് വെക്കാറുള്ളത്. പിന്നെ ഞാൻ പാത്രം അടയ്ക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ പാത്രം ഞാൻ അടച്ചാൽ അടയാറില്ല, ഒരിക്കലും അടയാറില്ല. ഞാൻ പലതവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അടയ്ക്കാൻ കുറേ സമയം എടുക്കും കേട്ടോ. എത്ര ശ്രമിച്ചാലും അത് അടയത്തില്ല. ചോറും പാത്രം പ്രത്യേകിച്ച് ഒട്ടും അതങ്ങ് മാറ്റി വെച്ചു. എന്നാലും തോരൻ്റെ പാത്രം അടച്ചു വെക്കാം, അതും അടയുന്നില്ല. അത് ഭയങ്കര അത് നല്ല ടൈറ്റാണ്. നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് അതേ സ്പീഡിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. പിന്നെ എനിക്ക് ഏകം ആശ്വാസം ഈ ചെറിയ പാത്രം, അത് അടച്ച പോലെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് ചുമ്മാ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് കലക്കി കുടിക്കാമല്ലോ എന്നോർത്തിട്ടാണ് തൈര് ഉണ്ടാക്കുന്നത് കേട്ടോ. തൈരിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വെച്ചിട്ട് വലിയ കാര്യമായിട്ട് തൈര് എടുക്കാൻ വേണ്ടി സ്പൂണൊക്കെ എടുത്ത് തുറന്ന് അതിനുള്ള പാത്രമൊക്കെ എടുത്ത് അടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുറന്നപ്പോഴല്ലേ സാധനം മാറിപ്പോയി. കടലയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. രാവിലെ ഞാൻ ഇട്ട് വെച്ചിരുന്നായിരുന്നു, പക്ഷെ ഉണ്ടാക്കാനുള്ള മൂടുള്ള ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഉണ്ടാക്കിയില്ല. പിന്നെ പോയിട്ട് തൈരിൻ്റെ പാത്രം എടുത്തിട്ട് വന്നു കേട്ടോ. ഇത് രാവിലെ മേടിച്ചോളൂ, അതുകൊണ്ട് അതിൻ്റെ ഇതൊന്നും പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇതാട്ടോ തൈര്. അതിനെ എടുത്ത് കുറച്ച് 2-3 സ്പൂണൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുലുക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റ് സാധനം. ഒന്നാമത് ഇവിടെ നാട്ടിലെ പോലെയല്ല, ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നമ്മൾ തണുത്ത ഐസ് കട്ടയ്ക്കകത്ത് കിടന്നാലും നമുക്ക് മതിയാവരത്തില്ല, അതുപോലത്തെ ചൂടാണ്. അപ്പോൾ ആ കൂടെ ഭയങ്കരമായിട്ട് ദാഹവും വരിക. എപ്പോഴും എങ്ങനെ ഈ നോർമൽ വാട്ടർ കുടിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി പണിയൊക്കെ എടുത്ത് മടുക്കുമ്പോഴത്തേക്കും ഈ തൈര് കുടിക്കാമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് കേട്ടോ. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് ഇന്നെ ഇടാൻ നോക്കി വേണ്ട, അപ്പോഴത്തേക്ക് കൂടിപ്പോകുന്ന കരുതിയിട്ട് ഞാൻ പിന്നെ ആ പാത്രം എടുത്ത് തിരിച്ച് വെച്ച് ആദ്യം സ്പൂണിട്ടൊന്ന് ഇളക്കിയിട്ടോ. സ്പൂണിട്ടങ്ങ് ഇളക്കിയിട്ടും അങ്ങ് റെഡിയാകുന്നില്ല. പിന്നെയാണ് ഞാൻ ചെയ്യുന്ന സ്ഥിരം പരിപാടി, അടപ്പിട്ടങ്ങ് അടച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുലുക്കിയാൽ മതി. അപ്പോഴത്തേക്കും അതങ്ങ് സെറ്റായിക്കോളും. ഇങ്ങനെ ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ആശ്വാസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. ഞാൻ പിന്നെ ഇച്ചിരി എടുത്തൊന്ന് കുടിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ അടുക്കി പിടിക്കരുത്. ചൈനീസ് മാതൃകയിലുള്ളൊരു വീട് പോലെ ഇല്ലേ. പിന്നെ കഴിക്കാനുള്ള ചോറ് എടുക്കും കേട്ടോ. ചോറ് ഞങ്ങൾ മറ്റേ കുക്കറിൻ്റെ അകത്താണ് വെക്കുന്നത്, അതാണ് എളുപ്പം. രാവിലെ വെച്ച് അവിടെ ഇരുന്നോളും. കഴിക്കാനുള്ള ഇത്തിരി ചോറേ കഴിക്കുകയുള്ളൂ. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ചേറെ എടുത്ത് ഞാൻ വെക്കും. പക്ഷെ അത് ഞാൻ തന്നെ തിരിച്ചെടുക്കേണ്ടി വരും. ചോറെടുത്തു. പിന്നെ ഇനി തൈരും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ബീഫെന്ന് പറഞ്ഞ സാധനം അത് അധികം അങ്ങനെ കഴിക്കത്തില്ല, അല്ല 2 കഷ്ണമൊക്കെ കഴിക്കും. പിന്നെ ഈ വീട്ടിലുള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാത്തപ്പോൾ ബീഫൊക്കെ കഴിക്കാൻ തോന്നും. അങ്ങനെ ഏത് നട്ടപ്പാതിരേക്കും പോയി മേടിച്ചുകൊണ്ട് വെക്കുന്ന കേട്ടോ ഈ ബീഫൊക്കെ. പിന്നെ ആണെങ്കിൽ ഇത്തിരി തോരൻ, ബീൻസ് തോരൻ. ഞാൻ കുറേ നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷേ കരിഞ്ഞു പോയി. നന്നായിട്ട് കരിഞ്ഞില്ല, കുറച്ച് ഭാഗം. എങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത് വെച്ച് കുറച്ച്. പിന്നെ ലാസ്റ്റ് തൈര്. ഞാനാണെങ്കിൽ തൈര് നാട്ടിൽ വെച്ചിട്ട് അങ്ങനെ തൈരൊന്നും കൂട്ടത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് തൈര്. ഞാനിവിടെ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിലാണ് വന്നുകൊണ്ടിരുന്നത്, അതായത് കല്യാണത്തിനൊക്കെ മുമ്പ്. അപ്പോഴാണെങ്കിൽ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് തൈര് ആദ്യം കൂട്ടണത്. അപ്പോൾ താഴെ എൻ്റെ ബഹളം കൂട്ടുന്നത് നോക്കും. വണ്ടിയൊക്കെ താഴേക്കൊക്കെ അവരെയൊക്കെ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇവിടെ തിരക്കും അടിയും വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും. പിന്നെ ആണെങ്കിൽ കുറച്ച് പാത്രം കുറച്ച്
അധികമില്ല. ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അടുക്കള എപ്പോഴും നീറ്റായി കിടക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇനിയിപ്പോൾ വേറെ പണിയില്ല, കിടന്നുറങ്ങാം.